ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് ആപ്പ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2025 സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫെയർസ് പ്രധാനമായും കേരള, ഇന്ത്യ, വേൾഡ് തുടങ്ങിയ മേഖലകളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ പാർട്ട് 2 എന്ന രീതിയിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട മേഖലകൾ കായികം, സയൻസ് ആൻഡ് ടെക്നോളജി, സാമ്പത്തികം, പ്രധാനപ്പെട്ട വേദികൾ, അപ്പോയിൻമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ് കണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കറണ്ട് അഫെയർസ് പഠിക്കുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. 2025 സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട മറ്റു മേഖലകളിലെ കറണ്ട് അഫെയർസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ മറ്റു മാസങ്ങളിലെ ഒക്ടോബർ, നവംബർ, അതുപോലെ ഡിസംബർ തുടങ്ങിയ മാസങ്ങളിലെ കറണ്ട് അഫെയർസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കറണ്ട് അഫെയർസ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ സ്പോർട്സുമായി ബന്ധപ്പെട്ട് 2025 സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് US ഓപ്പണെ കുറിച്ച് പറയാം. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ് US ഓപ്പൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഓർഡർ എല്ലാം കൃത്യമായിട്ട് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ ഫ്രഞ്ച് ഓപ്പൺ, അതിനുശേഷം വിംബിൾഡൺ, ദെൻ ഏറ്റവും ലാസ്റ്റായിട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ് US ഓപ്പൺ എന്ന് പറയുന്നത്. സോ ഈ US ഓപ്പണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു കലണ്ടർ വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ് നടക്കുക. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള ഗ്രാൻഡ് സ്ലാം കൂടിയാണ് ഏതെന്ന് പറയുന്നത് US ഓപ്പൺ എന്ന് പറയുന്നത്. അത് ഒരു ചോദ്യമായിട്ട് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 4 ഗ്രാൻഡ് സ്ലാം ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള ഗ്രാൻഡ് സ്ലാം ആണ് US ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ US ഓപ്പണിലെ വനിതാ വിജയിയും പുരുഷ വിജയിയും നമുക്ക് നോക്കി നോക്കാം. വനിതാ വിജയി എന്ന് പറയുന്നത് ബെലാറസുകാരിയായിട്ടുള്ള അരിയാന സബലങ്ക എന്ന് പറയുന്ന വനിതാ താരമാണ്. അതുപോലെ തന്നെ പുരുഷ വിജയ് എന്ന് പറയുന്നത് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് താരമാണ്. അദ്ദേഹം തന്നെയാണ് ഫ്രഞ്ച് ഓപ്പൺ 2025 ഫ്രഞ്ച് ഓപ്പൺ വിജയ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കാർലോസ് അൽക്കാരസ് തന്നെയാണ്. അപ്പോൾ വനിതാ വിജയ് എന്ന് പറയുന്നത് അരിയാന സബലങ്കയാണ്. പുരുഷ വിജയ് എന്ന് പറയുന്ന ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്, സ്പാനിഷ് താരമാണ്. അപ്പോൾ മറ്റ് പ്രത്യേകതയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി മറ്റ് കാറ്റഗറി നോക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് പഠിച്ചാൽ മതി. ജനറലായിട്ട് ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് കേരള ക്രിക്കറ്റ് ലീഗാണ്. അതായത് കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പല സംസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ക്രിക്കറ്റ് ലീഗ്, ഫുട്ബോൾ ലീഗ്, അങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾ. അപ്പോൾ അതിൽ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2ാം സീസൺ സെപ്റ്റംബർ മാസത്തിൽ അരങ്ങേറിയിരുന്നു. അതിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. അത് ചോദ്യമായിട്ട് മാറാം. 2ാം സീസണിൽ ചാമ്പ്യന്മാരായിട്ട് മാറിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഇനി നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയുടെ സ്പോൺസേഴ്സ് അപ്പോളോ ടയേഴ്സ് ആണ്. ഇതുവരെ ഡ്രീം 11 എന്ന് പറയുന്ന ആ ഒരു കമ്പനിയായിരുന്നു. പിന്നീട് ഈ ഓൺലൈൻ ബെറ്റിംഗ് എല്ലാം അത് നിരോധിക്കുന്ന ബില്ലെല്ലാം കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഡ്രീം 11 എന്ത് ചെയ്തു? അവരുടെ ആപ്പും അവർ പ്രവർത്തനം നിർത്തിവെച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയുടെ സ്പോൺസർഷിപ്പിൽ നിന്നും അവർ പിന്മാറുന്നുണ്ട്. സോ അതിനുശേഷം അവർ ആരാണ്? അപ്പോളോ ടയേഴ്സ് ആണ് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ജേഴ്സിയുടെ മുഖ്യ സ്പോൺസർ എന്ന് പറയുന്നത് ചോദ്യമായിട്ട് വരാം. അടുത്തത് ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് സുബ്രതോ കപ്പ്. ഈ സുബ്രതോ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതെന്ന് പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് സുബ്രതോ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുബ്രതോ കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 സുബ്രതോ കപ്പിൽ കേരളം ആദ്യമായിട്ട് ചാമ്പ്യൻസ് ആവുകയാണ്. ഈ സുബ്രതോ കപ്പിൻ്റെ ചരിത്രത്തിൽ കേരളം ഇതുവരെ എന്തായിട്ടില്ല? ചാമ്പ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. സോ 2025 ആദ്യമായിട്ട് കേരളം സുബ്രതോ കപ്പ് നേടുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ചിട്ട് പങ്കെടുത്ത സ്കൂളാണ്, ഒരു ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനാണ് ഏതെന്ന് പറയുന്നത് ഈ സുബ്രതോ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്ത ടീമാണ് കാലിക്കറ്റ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ ഒരു ടീമിനെയാണ്, ഉത്തരാഖണ്ഡ് ബേസ് ചെയ്ത ഒരു സ്കൂളിനെയാണ് ഇവർ തോൽപ്പിച്ചിട്ടുള്ളത് ഫൈനലിൽ. സോ നിങ്ങൾ ഈ ഉത്തരാഖണ്ഡിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലാക്കുക. ചാമ്പ്യൻസ് ആയത് കേരളമാണ്. ചരിത്രത്തിൽ ആദ്യമായതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സ്പോർട്സ് കറണ്ട് അഫെയർ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്ത സ്കൂളാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്
2026 ഫിഫ വേൾഡ് കപ്പ് നമ്മിലേക്ക് അടുത്ത് വരികയാണ് അല്ലേ. കാരണം ഒരു ലോക കായിക മാമാങ്കം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു ടൂർണമെൻറ്റാണ് 2026 ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് അമേരിക്കയുടെ ക്ലച്ച് എന്ന കഴുകൻ, മെക്സിക്കോയുടെ സായു എന്ന പുള്ളിപ്പുലി, കാനഡയുടെ മാപ്പിൾ എന്ന് പറയുന്ന കൊമ്പുള്ള മാൻ. ഓക്കെ, ഏതൊക്കെയാണ് ഇത്? ചിലപ്പം ഒരു ഓഡ് വൺ ഔട്ട് ആയിട്ട് ചോദിക്കാം. അമേരിക്കയുടെ ക്ലച്ച് എന്ന കഴുകൻ, മെക്സിക്കോയുടെ സായു എന്ന പുള്ളിപ്പുലി, കാനഡക്ക് മാപ്പിൾ എന്ന വലിയ കൊമ്പുള്ള മാൻ എന്ന് പറയുന്ന ഒരു ഭാഗ്യചിഹ്നമാണുള്ളത്. നമുക്കറിയാം 2026 ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് 3 രാജ്യങ്ങൾ ഒരു വേൾഡ് കപ്പിന് ഹോസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 രാജ്യങ്ങൾ ഒരു വേൾഡ് കപ്പിന് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് 3 രാജ്യങ്ങളെന്ന് PSC പരീക്ഷയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഓക്കെ, ദെൻ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ പന്തായിട്ട് ട്രയോണ്ട എന്ന് പറയുന്ന പന്താണ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ട്രയോണ്ട എന്നാണ് 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ പന്തിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ബാലൻഡിയോർ ആണ് അല്ലേ. ഫ്രഞ്ച് മാഗസിൻ ആയിട്ടുള്ള ബാലൻഡിയോർ മികച്ച ഫുട്ബോൾ താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ എന്ന് പറയുന്നത്. സോ 2025 ബാലൻഡിയോർ പുരസ്കാരത്തിൽ നിങ്ങളിതിലെല്ലാം പഠിക്കണമെന്ന് നിർബന്ധമില്ല. പ്രധാനമായിട്ടും പുരുഷ ബാലൻഡിയോറും വനിതാ ബാലൻഡിയോറും അറിഞ്ഞിരുന്നാൽ മതി. കുറച്ച് എക്സ്ട്രാ പോയിൻ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പുരുഷ ബാലൻഡിയോർ എന്ന് പറയുന്നത് ഫ്രഞ്ച് താരമായിട്ടുള്ള ഒസ്മാൻ ഡെംബലെ എന്ന് പറയുന്ന താരത്തിനാണ് മികച്ച പുരുഷ താരത്തിനുള്ള ബാലൻഡിയോർ ലഭിച്ചിട്ടുള്ളത്. ഇനി മികച്ച വനിതാ താരം എന്ന് പറയുന്നത് സ്പാനിഷ് താരമായിട്ടുള്ള ഐറ്റാന ബോൺമാറ്റിയാണ്. എന്താണ്? സ്പാനിഷ് താരമായിട്ടുള്ള ഐറ്റാന ബോൺമാറ്റി. ഇനി കോപ്പ ട്രോഫി എന്ന് പറയുന്നത് മികച്ച യുവതാരത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ്. അത് ലഭിച്ചത് സ്പാനിഷ് താരമായിട്ടുള്ള ലമീൻ യമാലിനാണ്. ഓക്കെ, കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു താരമാണ് അല്ലേ. അപ്പോൾ ലമീൻ യമാൽ എന്ന് പറയുന്ന ഒരു താരത്തിനാണ് കോപ്പ ട്രോഫി, മികച്ച യുവതാരത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ് കോപ്പ ട്രോഫി എന്ന് പറയുന്നത്. അത് ലഭിച്ചത് ലമീൻ യമാലിനാണ്. ഇനി മികച്ച ഗോൾ കീപ്പർക്കുള്ള യാഷൻ ട്രോഫി ലഭിച്ചത് ജിയാൻ ലൂയിഗി ഡോണറുമ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡൊണരുമ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഉണ്ട്. അദ്ദേഹത്തിനാണ് മികച്ച ഗോൾ കീപ്പറിനുള്ള ആ ഒരു ബാലൻഡിയോർ 2025 ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മികച്ച പുരുഷ താരവും മികച്ച വനിതാ താരം കൂടി അറിഞ്ഞിരിക്കുക. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പാനിഷ് താരമാണ്. മികച്ച പുരുഷ താരമാണ് ഒസ്മാനെ ഡെംബലെ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ അടുത്ത മേഖല എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇതിൽ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില വാക്സിനുകളൊക്കെ പുതുതായിട്ട് കണ്ടുപിടിച്ചു എന്ന രീതിയിലൊക്കെ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. സോ അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യ ഒരു രാജ്യത്തുനിന്ന് S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം വാങ്ങിയിട്ടുണ്ട്. ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യയിൽ നിന്നാണ് ഇന്ത്യ S-400 എന്ന് പറയുന്ന ഈ ഒരു പ്രതിരോധ സംവിധാനം വാങ്ങിയിട്ടുള്ളത്. അത് അറിഞ്ഞിരിക്കുക. ഇന്ത്യ S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം വാങ്ങിയിട്ടുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് കേട്ടോ. റഷ്യയാണ് ഇന്ത്യ S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് ആ ഡിഫറൻസ് പറഞ്ഞുതരാം. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായിട്ട് വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? സോ ഇവിടെ ഏതാണ്? ചൈനയാണ് ആൻസർ. ഇതുപോലെ പന്നിയുടെ ഹൃദയമുണ്ട്. ഓക്കെ, പന്നിയുടെ ഹൃദയവും എന്താണ്? മനുഷ്യനിൽ വിജയകരമായിട്ട് വെച്ച് പിടിപ്പിച്ച രാജ്യമുണ്ട്. അപ്പോൾ ഹൃദയമാണെങ്കിൽ അത് USA ആണ്, മാറിപ്പോകരുത് കേട്ടോ. പന്നിയുടെ ഹൃദയമാണെങ്കിൽ അത് USA വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്, വിജയകരമായിട്ട് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പന്നിയുടെ ശ്വാസകോശം എന്ന് പറയുകയാണെങ്കിൽ അത് ചൈനയിലാണ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എൽ ക്യാപിറ്റൻ എന്ന് പറയുന്ന US-ൻ്റെയാണ്. ഓക്കെ, നിങ്ങൾ പല ആളുകളും ഫ്രോണ്ടിയർ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഫ്രോണ്ടിയർ മാറിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എൽ ക്യാപിറ്റൻ എന്ന് പറയുന്ന US-ൻ്റെയാണ്. അപ്പോൾ ഇത് യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ജുപ്പിറ്റർ, ജർമ്മനിയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് ജുപ്പിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഇത് ലോകത്തിലെ അല്ല, ഇതെന്താണ്? യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള
സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2025 സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് GSTയിലെ പ്രധാനപ്പെട്ട മാറ്റം തന്നെയാണ് അല്ലേ. നമുക്കറിയാം GSTയിൽ 12, 28 ഈ 2 സ്ലാബുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. GSTയിൽ മുൻപുണ്ടായിരുന്ന 12, 28 തുടങ്ങിയ സ്ലാബ് ഒഴിവാക്കിയിട്ടുണ്ട്. സോ പുതിയ നിരക്ക് ഏതൊക്കെയാണ്? 5, 18, 40 ആണ് അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSTയിലെ പുതിയ അതായത് ഇപ്പോഴത്തെ സ്ലാബുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 5%, 18%, 40%. സോ GSTയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ GSTയുടെ പുതിയ സ്ലാബുകൾ എന്ന് പറയുന്നത് 5, 18, 40%. ഓക്കെ. UPI ഇടപാട് പരിധി 10 ലക്ഷമാക്കി. നമുക്കറിയാം UPI നമ്മുടെ രാജ്യത്ത് അത്രത്തോളം സക്സസ്ഫുള്ളി ഇപ്പോൾ പോകുന്നുണ്ട്. ദിനം പ്രതി അത് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPIയുടെ ഒരു ദിവസത്തെ എന്താ പറയുക പരമാവധി ആ ഒരു ഇടപാട് പരിധി എത്രയായിട്ട് മാറ്റിയിട്ടുണ്ട്? 10 ലക്ഷമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ. UPI ഇടപാട് പരിധി 10 ലക്ഷമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. പുതിയ സ്ലാബുകളാണ് 5%, 18%, 40% എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകളുടെ ഹോസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന കേരള സയൻസ് കോൺഗ്രസിനെ കുറിച്ചാണ്. അപ്പോൾ 38ാമത് 2026 നടക്കാൻ പോകുന്ന 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത് കൊച്ചിയാണ്. 2026 നടക്കാൻ പോകുന്ന കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത് കൊച്ചിയാണ്. 37ാമതാണെങ്കിൽ അതായത് 2025 നടന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരായിരുന്നു. ഓക്കെ. തൃശ്ശൂരായിരുന്നു 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത്. അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട 2 വേദികളാണ്. ഒന്നാമത് 2026 അതായത് അടുത്ത വർഷത്തെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ്. ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അത് പരീക്ഷയിൽ ചോദ്യമാവാൻ സാധ്യതയുണ്ട്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. അതുപോലെ 20ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ജപ്പാനിലെ ടോക്കിയോ ആണ്. ഓക്കെ. 20ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ജപ്പാനിലെ ടോക്കിയോ ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോയാണ്, സ്കോട്ട്ലൻഡ്. ആദ്യം ഇത് നടക്കാനിരുന്നത് ഓസ്ട്രേലിയയിലായിരുന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ വേദി പ്രഖ്യാപിച്ചിരുന്നത് ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയ പണ പ്രതിസന്ധി മൂലം പിന്നീട് ഇതിൽ നിന്ന് മാറുന്നുണ്ട്. അങ്ങനെ 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയാണ്. ഇതിന് കൂടെ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക, 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എന്ന് കൂടെ നിങ്ങൾ ഈ സമയത്ത് അറിഞ്ഞിരിക്കുക. അത് വരാൻ പോകുന്ന പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2025 13ാമത് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങളാണ്. ഓൾറെഡി വേദിയായി ഇന്ത്യ ചാമ്പ്യൻസ് ആയിട്ട് മാറി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ആദ്യമായിട്ടാണ് ICC 50 ഓവർ ക്രിക്കറ്റ് ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നത്. സോ ആ ഒരു ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്തത് 2 രാജ്യങ്ങളായിരുന്നു. ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്, മറ്റൊന്ന് ശ്രീലങ്കയാണ്. ഇതിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് ഇന്ത്യയാണ്. ഓക്കെ. ഇതിൽ ചാമ്പ്യൻസ് ആരായിരുന്നു? ഇന്ത്യയായിരുന്നു ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇന്ത്യയിൽ നടന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ആണ്. ഇനി ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളുടെ ഏറ്റവും വലിയ അത്ലറ്റിക് മേളയായ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് 2025 സെപ്റ്റംബറിൽ വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഈ സ്ലൈഡിലുള്ള എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ കാര്യമായിക്കോട്ടെ, ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, ലോക പാരാ അത്ലറ്റിക്സിൻ്റെ കാര്യമായിക്കോട്ടെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻസ് എന്താണ്? അത് നടന്നത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നടന്നത് ആദ്യമായിട്ടല്ല. സോ ആ ഒരു ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്
നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരീക്ഷയിൽ ചോദിക്കാനുള്ള ചാൻസ് ഏറെയാണ്. സോ അതുകൊണ്ട് ഈ സ്ലൈഡിലെ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അപ്പോയിൻമെൻറ്റ്സ് ആണ്. PSC പരീക്ഷകളിൽ നിരന്തരം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയയാണ് പുതിയ നിയമനങ്ങൾ. സോ 2025 സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും പുതിയ നിയമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2025 സെപ്റ്റംബർ മാസത്തിലായിരുന്നു നമ്മുടെ പുതിയ വൈസ് പ്രസിഡന്റ് 15ാമത് വൈസ് പ്രസിഡന്റായിട്ട് CP രാധാകൃഷ്ണൻ ചുമതലയേറ്റത്. ഓക്കെ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് സെപ്റ്റംബർ 12 എന്ന് പറയുന്നത് കേട്ടോ. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 12-നാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു സുദർശൻ റെഡ്ഡി എന്ന് പറയുന്നത്. അദ്ദേഹം 152 വോട്ടുകൾക്ക്, അതായത് 300 വോട്ട് സുദർശൻ റെഡ്ഡിക്ക് കിട്ടി, 452 വോട്ടായിരുന്നു CP രാധാകൃഷ്ണൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 152 വോട്ടുകൾക്കാണ് ഈ CP രാധാകൃഷ്ണൻ B സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സോ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, 2025 സെപ്റ്റംബർ മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണന്റെ നിയമനം. ഓക്കെ, അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുള്ള ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആണ് B സുദർശൻ റെഡ്ഡി. അതും അറിഞ്ഞിരിക്കുക. മേ ബി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുതിയ വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത്. സോ അതിൻ്റെ ആദ്യ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് K സോമപ്രസാദ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരുപാട് പോയിന്റ്സ് ഞാൻ പറഞ്ഞു. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം വയോജന കമ്മീഷനെ നിയമിക്കുന്നത്. സോ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് K സോമപ്രസാദ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു ലോകത്തിലുള്ള 2 നിയമനങ്ങളാണ്. ഒന്ന് സെബാസ്റ്റ്യൻ ലെക്കാർനോ എന്ന് പറയുന്നത്. ഫ്രാൻസിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ, 2 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 2 വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഏറ്റവും, അതായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ ലെക്കാർനോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫ്രാൻസിൻ്റെ നിലവിലെ പ്രൈം മിനിസ്റ്റർ. നിങ്ങളൊരു 2 വർഷം പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 പ്രധാനമന്ത്രിമാർ ഈ പീരീഡിൽ ഫ്രാൻസിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെബാസ്റ്റ്യൻ ലെക്കാർനോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നേപ്പാളിൽ എന്താ പറയുക, ജെൻസി കലാപം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായിട്ടുള്ളൊരു കലാപം നടന്നിരുന്നു. ഈ ജെൻസി കലാപമൊക്കെ നടന്നു അല്ലേ, അവിടുത്തെ പല പൊളിറ്റീഷ്യൻസും നന്നായിട്ട് ധൂർത്തടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെൻസികൾ ഒരുപാട് കലാപമെല്ലാം ഉണ്ടാക്കി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. സോ നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, സുശീല കാർക്കി എന്ന് പറയുന്നത്. സുശീല എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മലയാളത്തിൽ അറിയുന്ന ഒരു പേര് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മൊത്തം പഠിച്ചില്ലെങ്കിലും സുശീല എന്ന് പറയുന്ന പേര് നിങ്ങൾ ഓർത്തിരിക്കുക. നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, സുശീല കാർക്കി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു ചോദ്യം PSC പരീക്ഷയിൽ ചോദിച്ചതാണ്. ഒന്നാമത്തെ ചോദ്യം, അതായത് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നരിവേട്ടയിലൂടെ വീണ്ടും നേടിയത്, അതായത് ഓൾറെഡി അത് ടൊവിനോ തോമസിൽ ലഭിച്ചിട്ടുണ്ട്, ഇതിനു മുൻപ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഈ സെപ്റ്റിമിയസ് അവാർഡ്, മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് ആർക്ക് ലഭിക്കുകയാണ്, ടൊവിനോ തോമസിൽ ലഭിക്കുകയാണ്. ഓൾറെഡി ഇത് മുൻപും ലഭിച്ചിട്ടുണ്ട്, അത് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കുറച്ച് കാലങ്ങളായിട്ട് PSC എക്സാം എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചോദ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവും. അപ്പോൾ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്, ടൊവിനോ തോമസിനാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥയിൽ ഉണ്ണി മുകുന്ദൻ നായകനാകുന്നു. മാ വന്ദേ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കഥയായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നായകനായിട്ട് വരുന്ന മലയാളിയായിട്ടുള്ള ഉണ്ണി മുകുന്ദനാണ്. അപ്പോൾ മാ വന്ദേ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. മാ വന്ദേ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും ഓസ്കാർ എൻട്രി നമ്മൾ വളരെ ആകാംക്ഷയോടെ, ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി, ഓസ്കാറിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രി നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. സോ 2026 98ാമത് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി എന്ന് പറയുന്നത് ഹോം ബൗണ്ട് എന്ന് പറയുന്ന നീരജ് ഗെയ്വാൻ എന്ന് പറയുന്ന സംവിധായകൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഹിന്ദി ചിത്രമായിട്ടുള്ള
ഹോം ബൗണ്ട് എന്ന് പറയുന്ന ചിത്രമാണ് 2026 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷമാണെങ്കിൽ ലപ്പാട്ട ലേഡീസ് ആയിരുന്നു. ഇത് 2025 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി എന്ന് പറയുന്നത് ലപ്പാട്ട ലേഡീസ് എന്ന് പറയുന്ന ചിത്രമായിരുന്നു. അടുത്ത വർഷം 2026 ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി എന്ന് പറയുന്നത് ഏതാണ്? ഹിന്ദി ചിത്രമായിട്ടുള്ള ഹോം ബൗണ്ട് ആണ്. അതിൻ്റെ സംവിധായകൻ്റെ പേരാണ് നീരജ് ഗെയ്വാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കും അല്ലേ? അപ്പോൾ 2023 ആ വർഷം ഓർത്തിരിക്കണം, 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മലയാള നടനായിട്ടുള്ള മോഹൻലാലിനാണ്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം ഇപ്പോൾ ഓൾറെഡി PSC പരീക്ഷകളിലെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അത്രയും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഒരു മലയാള നടൻ ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടൂർ ഗോപാലകൃഷ്ണൻ ശേഷം ലഭിച്ച മലയാളിയാണ് ആരെന്ന് പറയുന്നത്. രണ്ടുപേർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ, മറ്റൊന്ന് മോഹൻലാൽ. ഓക്കെ, 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ചിത്രം. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ചിത്രം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ലിറ്ററേച്ചർ അഥവാ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത് പറയാനുള്ളത് പാക് കോങ്നി എന്ന് പറയുന്ന കൊറിയയിലെ ഏറ്റവും വലിയൊരു സാഹിത്യ അംഗീകാരമുണ്ട്. അത് ലഭിച്ചിട്ടുള്ള ജ്ഞാനപീഠ ജേതാവാണ് അമിതാവ് ഘോഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക, പാക് കോങ്നി എന്ന് പറയുന്ന ഒരു പുരസ്കാരമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ അംഗീകാരമാണ് ഈ പാക് കോങ്നി എന്ന് പറയുന്നത്. അപ്പോൾ അത് ലഭിച്ചിട്ടുള്ള ജ്ഞാനപീഠ ജേതാവാണ് അമിതാവ് ഘോഷ്. അതുപോലെ ബുക്കർ പുരസ്കാരം ഉണ്ടല്ലോ. ഈ ബുക്കർ പുരസ്കാരത്തിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജയായ കിരൺ ദേശായിയുടെ നോവലാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. 2006 കിരൺ ദേശായിയുടെ ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിനായിരുന്നു ബുക്കർ സമ്മാനം. അപ്പോൾ ഓൾറെഡി ബുക്കർ സമ്മാനം ജേതാവാണ്. 2025 ബുക്കർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നു. പക്ഷേ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അത് ഡേവിഡ് സെലെ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഹംഗേറിയനാണ്. അവിടെ ഫ്ലഷ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനാണ് ബുക്കർ സമ്മാനം. അറിഞ്ഞിരിക്കുക, ഡേവിഡ് സലെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഹംഗേറിയൻ എഴുത്തുകാരി, അവർക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അവിടെ ഫ്ലഷ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത് സെപ്റ്റംബറിലെ കറണ്ട് അഫെയർ ആണ്. ഓൾറെഡി അവാർഡെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി പറയാനുള്ളത് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സെപ്റ്റംബറിലെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് ലോക ഓസോൺ ദിനം. അതുപോലെ തന്നെ സെപ്റ്റംബർ 29, അത് ഡയറക്റ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് PSC. ലോക ഹൃദയ ദിനം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 29 ആണ്. അപ്പോൾ അതിൻ്റെ തീമുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം, പ്രമേയങ്ങളിലൂടെ. ഇപ്പോൾ 2025 സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനത്തിൻ്റെ തീം എന്താണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ, ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ, ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. അത് ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയമാണ് ഒരു താളം പോലും നഷ്ടപ്പെടുത്തരുത്, ഡോണ്ട് മിസ് എ ബീറ്റ്. അതായത് ഹൃദയം എന്ന് പറഞ്ഞ ബീറ്റ് ആണല്ലോ അല്ലേ, നമുക്ക് ആദ്യം ഓർമ്മ ഒരു ബീറ്റ് ആണല്ലോ. അപ്പോൾ ഡോണ്ട് മിസ് എ ബീറ്റ്, ഒരു താളം പോലും നഷ്ടപ്പെടുത്തരുത്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ബോധം നൽകുന്ന ഒരു തീമാണ് 2025 ലോക ഹൃദയ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്കീമുകളാണ്. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ 2025 സെപ്റ്റംബറിൽ പത്രവാർത്തകളിലെല്ലാം ഇടം നേടിയിട്ടുള്ള കുറച്ച് സ്കീംസ് ആണ്. CM with me, അതായത് CMമായിട്ട് നമ്മളൊരു സമ്പർക്ക പരിപാടി, നമ്മുടെ ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പേരാണ് CM with me എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ ഗജമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി അല്ലേ. അപ്പോൾ കേരളമായാലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഇപ്പോൾ കേരളത്തിന് കേസ് എടുത്തു കഴിഞ്ഞാൽ കേരളം നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ പ്രത്യേകിച്ച്
വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. ഇനി സുരക്ഷാമിത്ര, പുനർവിവാഹിതരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകാനുള്ള പദ്ധതിയാണ് സുരക്ഷാ മിത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് ഉള്ള പദ്ധതിയാവാം, അല്ലെങ്കിൽ പുതുതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത പദ്ധതികൾ ഉണ്ടാവും. 2025 സെപ്റ്റംബർ മാസങ്ങളിൽ ന്യൂസ് കട്ടിങ്സിലൊക്കെ വന്നുള്ള പദ്ധതികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞിരിക്കുക, പദ്ധതികൾ എല്ലാ പരീക്ഷകൾക്കും 1-2 എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി 2025 സെപ്റ്റംബർ മാസത്തിൽ ചൈനയിൽ ഒരു സൈക്ലോൺ രൂപപ്പെട്ടിരുന്നു. ആ സൈക്ലോണിൻ്റെ പേരാണ് തബ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ചൈനയിലാണ് ഈ സൈക്ലോൺ രൂപപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സൂപ്പർ ടൈഫോൺ ഡ്രാഗസ 4 രാജ്യങ്ങൾ, പ്രധാനമായിട്ടും തായ്വാൻ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, ദക്ഷിണ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഒരു ടൈഫോൺ, ഒരു ചുഴലിക്കാറ്റായിരുന്നു ഇതെന്ന് പറയുന്നത്, ഈ സൂപ്പർ ടൈഫോൺ ഡ്രാഗസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ചുഴലിക്കാറ്റ് ബാധിച്ച സംസ്ഥാനങ്ങൾ, അതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം, അതുപോലെ തന്നെ അതിൻ്റെ പേരിൻ്റെ അർത്ഥം, ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ചുഴലിക്കാറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ല. തബ ചുഴലിക്കാറ്റും റാഗസ ചുഴലിക്കാറ്റും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. തബ ചുഴലിക്കാറ്റ് ചൈനയിലും ഈ സൂപ്പർ ടൈഫോൺ ഡ്രാഗസ എന്ന് പറയുന്നത് ഈ 4 രാജ്യങ്ങൾ, തായ്വാൻ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, ദക്ഷിണ ചൈന, ഇവിടെയാണ് ഉണ്ടായത് എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി കുറച്ച് ബുക്കുകളും അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ്, അതുപോലെ തന്നെ സൈനിക അഭ്യാസം. നമ്മളിത് കുറച്ച് പോയിന്റ്സ് മാത്രം ആയതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെഡിങ്സിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. മദർ മേരി കംസ് ടു മീ. ഓക്കെ, അതുപോലെ ഇന്ത്യയും തായ്ലൻഡും മേഘാലയയിൽ വെച്ച് നടത്തിയിട്ടുള്ള സൈനിക അഭ്യാസമാണ് മൈത്രി എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും തായ്ലൻഡും കേട്ടോ. ഇന്ത്യയും തായ്ലൻഡും മേഘാലയയിൽ വെച്ച് നടത്തിയിട്ടുള്ള സൈനിക അഭ്യാസമാണ് മൈത്രി എന്ന് പറയുന്നത്. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സൂചികയാണ് ആഗോള സമാധാന സൂചിക. അപ്പോൾ അതിൽ 163 രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു ആഗോള സമാധാന സൂചികയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115 ആണ്. 1-ാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ആഗോള സമാധാന സൂചിക, ആഗോള സന്തോഷ സൂചികയെല്ലാം PSC പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 163 രാജ്യങ്ങൾ, അതായത് ഞാനിത് ഉൾപ്പെടുത്താനുള്ള കാരണം ഒരു പരീക്ഷയിൽ എത്ര രാജ്യങ്ങളാണ് ലോക സന്തോഷ സൂചിക പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്ന രീതിയിൽ വരെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എത്ര രാജ്യങ്ങളുടെ പട്ടികയാണ് എന്നുകൂടെ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ 2025 ആഗോള സമാധാന സൂചിക 163 രാജ്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. അറിഞ്ഞിരിക്കണം, ചോദിക്കാം. ഐസ്ലൻഡിൻ്റെ സ്ഥാനം എത്രയാണ്? 1-ാം സ്ഥാനം. ഏറ്റവും മുന്നിലുള്ളത് ഈ സമാധാന സൂചികയിൽ ഏറ്റവും മുന്നിലുള്ളത് ഏതാണ്? ഐസ്ലൻഡ് ആണ്. ഓക്കെ ആണല്ലോ. സോ 2025 സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഈ ഒരു ക്ലാസ് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി എങ്ങനെയാണ്. സോ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി നോട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ദിവസം എനിക്ക് എത്ര പഠിക്കണം, എന്തെല്ലാം പഠിക്കണം എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. അതുപോലെ തന്നെ ഇങ്ങനെ തരംതിരിച്ചു പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും എന്നും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരും മാസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടാവും പഠിക്കുന്നുണ്ടാവുക. ലാസ്റ്റ് കുറച്ച് ഓരോ മേഖലയിലും കണ്ടന്റ് കുറവായിരുന്നു. അത് മറ്റൊന്നുമല്ല, ആ മേഖലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാക്സിമം വളരെ റെലവൻ്റ് ആയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങളിലേക്ക് ഏറ്റവും കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.